ക്ഷേത്രത്തിൽ വെച്ചുള്ള കല്യാണത്തിനിടയിൽ തൻ്റെ പങ്കാളിയെ മാറി പകരം മറ്റൊരു സ്ത്രീയെ താലി കെട്ടിപ്പോകേണ്ടി വരുന്ന കണ്ണൻ എന്ന യുവാവിൻ്റെ കഥ പറയുന്ന ചിത്രമായിരുന്നു ഗൃഹപ്രവേശം. ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ അബദ്ധത്തിൽ ഭർത്താക്കന്മാരിൽ നിന്നും വേർപിരിയേണ്ടി വന്ന രണ്ട് സ്ത്രീകളുടെ കഥ പറയുന്ന ചിത്രമാണ് ലാപ്പത്ത ലേഡീസ്. ഒന്ന് മലയാള ചിത്രം, മറ്റൊന്ന് ഹിന്ദി ചിത്രം. സിനിമ കാണുന്നവർക്ക് സമാനമെന്ന് തോന്നിയേക്കാവുന്ന പല ഘടകങ്ങളും ഈ സിനിമയ്ക്കകത്ത് പരോക്ഷമായെങ്കിലും കടന്നു കയറിയിട്ടുണ്ട്. ഗൃഹപ്രവേശം പറയുന്നത് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ കഥയാണെങ്കിൽ ലാപ്പത്ത ലേഡീസ് പറയുന്നത് സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന സ്ത്രീകളുടെ കഥയാണ്. ആദ്യം ഗൃഹപ്രവേശത്തിലേക്ക് വരാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചുള്ള കല്യാണത്തിനിടയിൽ വധുവിനെ മാറി പകരം മറ്റൊരു സ്ത്രീയെ താലി കെട്ടിപ്പോകുന്ന കണ്ണൻ എന്ന സർക്കാർ ഓഫീസിലെ പ്യൂണിന്റെ ജീവിതത്തിലേക്ക് രാധ എന്ന യുവതി കടന്നു വരുന്നത് അങ്ങനെയാണ്. ഇനിയുള്ള തൻ്റെ ലോകം തീർത്തും അപരിചിതനായ കണ്ണനോടൊപ്പമാണെന്ന് തിരിച്ചറിയുന്ന രാധ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം മൂലം ആ സാഹചര്യത്തോടൊപ്പം പൊരുത്തപ്പെട്ടു പോകുവാൻ ശ്രദ്ധിക്കുന്നു. കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാണ് രാധയുടെ യോഗമെങ്കിൽ പോലും ആ വിധിയെ അംഗീകരിക്കുക എന്നതാണ് തൻ്റെ ഉത്തരവാദിത്തമെന്ന് കണ്ണനും കരുതുന്നു. അബദ്ധത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന രാധയുടെയും കണ്ണൻ്റെയും ജീവിതമാണ് ഗൃഹപ്രവേശം പറയുന്നത്. എന്നാൽ ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ രണ്ടു വധുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതോടെയാണ് ലാപ്പത്ത ലേഡീസിന്റെ കഥ വികസിക്കുന്നത്. രണ്ടു സ്ത്രീകളും ഒരുപോലെയുള്ള ചുവന്ന സാരികളാണ് ധരിച്ചിരുന്നത്. ഇരുവരുടെയും മുഖം നീണ്ട മൂടുപടം കൊണ്ട് മറച്ചിരുന്നു. അതിൽ മറ്റൊരാളുടെ ഭാര്യയായ ജയ എന്ന യുവതിയെ തൻ്റെ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ച് ദീപക് എന്ന യുവാവ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതേസമയം ദീപകിന്റെ യഥാർത്ഥ പങ്കാളി ഫൂൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിപ്പോകുന്നു. ഏതായാലും സംഭവിച്ചതെല്ലാം വിധിയെന്ന് കരുതാൻ ദീപക്കും ജയയും തയ്യാറാകുന്നില്ല. ജയയ്ക്ക് കൃത്യമായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. അവളിൽ സ്വതന്ത്ര ചിന്താഗതിയുണ്ട്. ഫൂലിൻ്റെയും ജയയുടെയും അനുഭവങ്ങളിലൂടെ ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകളുടെ സാമൂഹിക സാഹചര്യങ്ങളും പ്രതീക്ഷകളും അതിൻ്റെ സങ്കീർണതകളും പറഞ്ഞു പോകുന്നുണ്ട്. ഇത് പഴക്കമുള്ള സ്റ്റീരിയോ ടൈപ്പുകളെ വെല്ലുവിളിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്ത്രീകളുടെ കരുത്ത് ആഘോഷിക്കുകയും ചെയ്യുന്നു. 1992 പുറത്തിറങ്ങിയ ഗൃഹപ്രവേശം അബദ്ധത്തിൽ വിവാഹം മാറിപ്പോയതിന്റെ പേരിൽ വിധിയെ പഴിച്ചു ജീവിക്കേണ്ടി വരുന്ന പെണ്ണിന്റെ കഥയാണെങ്കിൽ 2024 പുറത്തിറങ്ങിയ ലാപ്പത്ത ലേഡീസ് പറയുന്നത് അബദ്ധത്തിൽ വരൻ മാറിപ്പോയതിന്റെ പേരിൽ സ്വയം കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ച സ്ത്രീകളുടെ കഥയാണ്. കാലവും മനുഷ്യരും എത്രത്തോളം മാറി, എത്രത്തോളം നവീകരിക്കപ്പെട്ടു എന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ രണ്ട് സിനിമകളും.